വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്കാണ്. ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിയ കപ്പലിൽ അകപ്പെട്ടിരുന്ന ആലപ്പുഴ സ്വദേശിയായ ജെറിൻ ജോർജ് നാട്ടിൽ തിരിച്ചെത്തി. രാവിലെ 11 മണിയോടെയാണ് ജെറിൻ നെടുമ്പാശ്ശേരിയിലെത്തിയത്. മാതാപിതാക്കൾ വിമാനത്താവളത്തിലെത്തിയാണ് ജെറിനെ സ്വീകരിച്ചത്. കപ്പലിൽ എഞ്ചിൻ ടെക്നീഷ്യനായ ജെറിൻ ജോർജ് ദുബായിൽ നിന്ന് ഇറാനിലേക്കുള്ള കപ്പലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ പ്രതിസന്ധിയിൽപ്പെടുകയായിരുന്നു. ആവശ്യമായ സൗകര്യങ്ങളില്ലാതെയും ഭക്ഷണക്ഷാമവും നേരിട്ട സാഹചര്യത്തിലായിരുന്നു ജെറിനും മറ്റു ജീവനക്കാരും. ജെറിന്റെ കുടുംബം വിവിധ അധികാരികളോടും ജനപ്രതിനിധികളോടും സഹായം അഭ്യർത്ഥിച്ചിരുന്നു. ഫസ്റ്റ് ഞങ്ങൾ ഇറാനിൽ നിന്ന് ദുബായിലോട്ട് വന്നുകൊണ്ടിരുന്ന സമയത്താണ് യുദ്ധം നടക്കുന്നത്. അത് പക്ഷേ ഞങ്ങൾ അറിയുന്നില്ല, സെയിലിംഗ് ആൻഡ് നെറ്റ്വർക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ദുബായ് വന്നതിന് ശേഷമാണ് ഇതുപോലെ പ്രശ്നം ഉണ്ടായെന്നും അങ്ങനെ ഒരുപാട് ആൾക്കാർ മരിക്കുന്നതൊക്കെ അറിയുന്നതാണ്. ഞാൻ എൻ്റെ ഷിപ്പിംഗ് കമ്പനിയിൽ സൈൻ ഓഫ് പറഞ്ഞിരുന്നതാണ്. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ ദുബായിലുള്ള എയർപോർട്ടൊക്കെ നിർത്തലാക്കിക്കൊണ്ട് എമിഗ്രേഷൻ നടപടികളൊക്കെ നിർത്തലാക്കിക്കൊണ്ട് എനിക്ക് നാട്ടിൽ പോകാൻ സാധിച്ചില്ല. ഒരു ഓപ്ഷനും ഇല്ലാതെ വീണ്ടും ഞാൻ ഇറാനിലോട്ട് തിരിച്ചു പോകേണ്ടിയാണ് വന്നത്. ഞാൻ മാത്രമല്ല, എന്നെപ്പോലുള്ള ജോലി ചെയ്യുന്ന ഷിപ്പിൽ ജോലി ചെയ്യുന്ന എല്ലാ ക്രൂ ആയിരുന്നു. അവിടെ ചെന്നതിന് ശേഷം വളരെ മോശമായിരുന്നു അവസ്ഥ എന്ന് പറഞ്ഞാൽ. ഞങ്ങൾ ചെല്ലുന്നത് കാണുന്ന തന്നെ മിസൈൽ ഇറാൻ എന്ന രാജ്യത്തോട്ട് പല ഏരിയയിൽ നിന്നും മിസൈൽ വീഴുന്നതും അവിടെ ആൾക്കാർ മരിക്കുന്നതൊക്കെയാണ് ഞങ്ങൾ കൺമുമ്പിൽ കണ്ടത് തന്നെ. മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഫുഡിൽ ഷിപ്പിൽ ആഹാരം, അത് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സെയിൽ പോകുകയാണെങ്കിൽ തന്നെ എത്ര ദിവസം കാൽക്കുലേറ്റ് ആക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഫുഡ് മാത്രം നമ്മൾ ശേഖരിച്ച് വെക്കാറുള്ളൂ. ഓൾറെഡി ഇപ്പോൾ ഒരു ദുബായ് പോയിട്ട് വന്നിട്ട് ശേഷവും ഞങ്ങൾക്ക് ഫുഡ് തീരുന്ന ഒരവസ്ഥയുണ്ടായി. പിന്നെ ഓൾറെഡി അവിടുത്തെ ക്രൂ ഒക്കെ ഇറാനികളൊക്കെ ആയതുകൊണ്ട് അവർക്ക് അവരുടെ വീട്ടിൽ പോകാം. ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഷിപ്പിനെ മാത്രം ആശ്രയിക്കാന്നുള്ള ആവശ്യം മാത്രമേ ഉള്ളൂ. നാട്ടിൽ അറിയുന്നതിലും ഗുരുതരമാണ് അവിടുത്തെ അന്തരീക്ഷം. ആദ്യ സമയങ്ങളിൽ ആർമി, ഗവൺമെന്റ് ഓഫീസ്, പോലീസ് എന്നിവരെയായിരുന്നു ലക്ഷ്യമെങ്കിലും പിന്നീട് സാധാരണ ജനങ്ങളെയും ആക്രമിച്ചെന്നും ജെറിൻ പറഞ്ഞു. ജനം, കൊച്ചി.